നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി പ്രകാശ്, 29 വയസ്സ്, ഉത്രം നക്ഷത്രം. ഒരു ദോഷം, ജാതകത്തിൽ ഒരു ദോഷമാണ് കാട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 171 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. ഈ കുട്ടിയുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ BE ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ഒരു പ്രശസ്തമായ പ്രൈവറ്റ് കമ്പനിയിൽ പ്രോജക്റ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്, അച്ഛനും അമ്മയും എല്ലാവരും സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. പ്രഭാകരൻ സാറാണ് അച്ഛൻ, വിജയലക്ഷ്മി അമ്മ. അപ്പോൾ ഇവരുടെ നാട് വന്നിട്ട് ഒറ്റപ്പാലമാണ്. ഞാൻ അത്യാവശ്യം അറിയാവുന്ന ഒരു ഫാമിലിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്തുകൊണ്ടും നോക്കാവുന്ന ഒരു ഫാമിലിയാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, കല്യാണപ്രായമെത്തിയ കുട്ടികൾ വീട്ടിലുള്ള അവസരത്തിൽ അച്ഛനമ്മമാർ കുറച്ച് വറീഡായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെ നോക്കണം, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണം, ഏത് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ പറയണം, ഏത് ആസ്ട്രോളജറെ കൊണ്ട് നോക്കിക്കണം, ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പല ആളുകളിലും കാണുന്നൊരു കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒന്ന് ദൂരീകരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ടത്, കല്യാണപ്രായം എത്തിയ കുട്ടികളുമായിട്ട് അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കുക. അവർക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അവർക്ക് ഇത്ര ക്വാളിഫിക്കേഷനുള്ള കുട്ടി വേണം, ഇത്ര ഹൈറ്റുള്ള കുട്ടി വേണം, ഇന്ന ലൊക്കേഷൻ ആണെങ്കിൽ നല്ലതായി എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. അതെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം നമുക്ക് 100% മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അടുത്തത്, ഈ നല്ല ഒരു പേപ്പർ എടുത്തിട്ട് ഈ കുട്ടിയുടെ പ്രൊഫൈൽ ഒന്ന് എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ക്വാളിഫിക്കേഷൻ, ജോലി സ്ഥലം, ജോലി ഡെസിഗ്നേഷൻ, സാലറി, ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഏത് കോളേജിലാണ് പഠിച്ച്, അല്ലെങ്കിൽ സ്കൂളിങ് എവിടെയായിരുന്നു, ഏത് കോളേജിലാണ് ഹയർ സ്റ്റഡീസ് ഉണ്ടായത്, മാസ്റ്റേഴ്സ് എവിടെ നിന്നായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്. ഒരു വഴിപാട് ഒരുക്കുന്ന രൂപത്തിലാവരുത് പ്രൊഫൈല്. ചിലർ കാണാം കുട്ടികളെ പറ്റിയിട്ട് വളരെയധികം അങ്ങ് പൊക്കി പറയില്ലേ, നമ്മൾ വളരെ ഒരു എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള വർത്തമാനങ്ങൾ. എൻ്റെ മകൻ അങ്ങനെയാണ്, എൻ്റെ മകൾ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും എഴുതേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരുടെ മക്കളും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. കൂടുതലൊന്നും അതിനെ ഇതാക്കി കാട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം, അതായത് ഹൈറ്റ്, വെയ്റ്റ്, ലൊക്കേഷൻ, ജോബ് ലൊക്കേഷൻ, ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ, നാടെവിടെ, ഈ വക കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരുടെ എല്ലാ ഡീറ്റെയിലും, നോൺ വെജാണോ വെജാണോ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ എഴുതണം. ഇത് എഴുതി കഴിഞ്ഞാൽ 2 or 3 വട്ടമെങ്കിലും വായിച്ചു നോക്കുക. ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ, തൊട്ടടുത്തൊക്കെ വല്ല ഫ്രണ്ട്സും ഉണ്ടെച്ചാൽ അവരെ കൊണ്ടൊന്ന് വായിപ്പിക്കുക. അവർക്ക് ചില സംശയങ്ങളുണ്ടെങ്കിൽ അവർ ചോദിക്കും, ഇതിലെവിടെ ഇതില്ലല്ലോ എന്ന്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റായിരിക്കും എന്നുള്ളത്. തെറ്റ് പറ്റാം, ധാരാളം തെറ്റുകൾ പറ്റാം. അപ്പോൾ അതൊരാളെ കൊണ്ട് നോക്കിപ്പിച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ അത് എഴുതി കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ, അമ്മയുടെ വീട്ടിലെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, ഇവരൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യലാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും നല്ലൊരു മാട്രിമോണിയൽ സൈറ്റ് എന്നുള്ളത്? ഇതാണ് ഒരു വലിയ വിഷമം പിടിച്ചൊരു കാര്യം. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 5 or 10 പ്രൊഫൈലെങ്കിലും തരാൻ കഴിയുന്ന മാട്രിമോണിയൽ സൈറ്റുകളാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇത് കിട്ടണ്ടേ, കിട്ടിക്കഴിഞ്ഞാൽ തന്നെയല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ
കഴിയാവുന്നത്ര സംസാരിച്ച് നോക്കുക. അവരൊക്കെ ആയിട്ട് അവരുടെ എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ, കല്യാണം ശരിയായാൽ വല്ല പൈസകളും ഉണ്ടോ. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയുള്ള പല ഇവരെയും കാണുന്നുണ്ട്. കല്യാണം ശരിയായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയൊക്കെ വാങ്ങിക്കുന്ന പല മാട്രിമോണി സൈറ്റുകളും ഉണ്ട്. അവർ ആ വിവാഹ തലേന്നോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ദിവസങ്ങളിലൊക്കെ വന്ന് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകളും അങ്ങനെയൊക്കെ ഞാൻ പലതും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് സംസാരിക്കുക, നന്നായിട്ട് സംസാരിക്കുക. ആരോ ആയിക്കോട്ടെ, നല്ല രീതിയിൽ സംസാരിച്ച് അവരുമായിട്ട് നല്ലൊരു ടേംസിൽ പോവുക. അവർക്ക് പറയുന്ന പൈസ കൊടുക്കുക, കുറയ്ക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരും. ഈ പ്രൊഫൈലുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോയും കൂടി ആവശ്യപ്പെട്ട് ഫോട്ടോയും പ്രൊഫൈലും കൂടെ ഈ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കാട്ടിക്കൊടുത്ത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ മിനിമം ഒരാഴ്ചയെങ്കിലും സംസാരിക്കണം. ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഇതായിരിക്കണം: കറണ്ടിൽ വല്ല ലവ് അഫെയറും ഉണ്ടോ എന്നുള്ളത് ചോദിക്കണം. എന്നാൽ അവിടെ കഴിഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പിന്നെ നോ മോർ ഡിസ്കഷൻ. അതില്ലയെന്നായിരിക്കും കുട്ടികളൊക്കെ പറയുക. അപ്പോൾ അതില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ഡിസ്കഷനിലേക്ക് പോവുക. അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ അമ്മ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അവരുടെ നാടെവിടെ, അവരെവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം, സഹോദരങ്ങളുടെ പഠിപ്പ് എന്താണ്, സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, എല്ലാം വിശദമായിട്ട് ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കണം. അതിനുശേഷം ആ കുട്ടികൾ സംസാരിക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം. രണ്ടു പേരുടെയും എഡ്യൂക്കേഷനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക. എവിടെയാണ് പഠിച്ചത്, എന്താണ് സബ്ജക്റ്റ്, ഏത് കോളേജിലായിരുന്നു, അവിടെയൊക്കെ അത് പോയിട്ട് അന്വേഷിച്ചാലും വിരോധങ്ങളൊന്നുമില്ല. എങ്ങനെയായാലും നന്നായിട്ട് അന്വേഷിക്കുക എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. ചോദിക്കാത്ത കേസുകളൊക്കെ പിന്നേക്ക് ബുദ്ധിമുട്ടായി കാണുന്നുണ്ട്. അത് ഞാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതെല്ലാം ത്തിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതെല്ലാം ചോദിക്കണം. കാരണം ഇതൊക്കെ ഡിവേഴ്സായിട്ട് പിന്നെ വരുന്നുണ്ട്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ ലോണുകൾ വല്ലതും, അമിതമായ ലോണുകൾ വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കേണ്ട സ്ഥാനത്ത് 50 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക, എല്ലാം നന്നായിട്ട് സംസാരിക്കുക. ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്ക് വേറൊന്ന് കാട്ടരുത്. കുട്ടികൾ തമ്മിൽ ഫോണിൽ കൂടെ സംസാരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. ഒരു കാരണവശാലും വീട്ടിലേക്ക് വിളിച്ച് പെണ്ണ് കാണാൻ ചടങ്ങല്ല നടത്തേണ്ടത്. പുറത്ത് വെച്ചവർ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സംസാരിക്കട്ടെ. ഒരാൾ നുണ പറയുന്നതും ഒരാൾ സത്യം പറയുന്നതും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ ഇതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു സമാധാനമായിട്ടൊക്കെ റിട്ടയർഡ് ലൈഫും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എല്ലാ കുട്ടികൾക്കും മംഗളമായി തന്നെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.